നെയ്യാറ്റിൻകര ബാലരാമപുരം വഴിമുക്ക് സ്വദേശിയായ അൽത്താഫിനെ കഴിഞ്ഞ ദിവസം തിരുവറം എക്സൈസ് റേഞ്ച് പാർട്ടി 3 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിട്ടയച്ചു. അൽത്താഫിനെ പിടികൂടാനുണ്ടായിരുന്ന സംഘത്തിലെ ബാലരാമപുരം സ്വദേശി കൂടിയായ അഖിലും കുടുംബവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി അൽത്താഫ് അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി എക്സൈസ് സംഘം അൽത്താഫിന്റെ വീട് വളഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. അൽത്താഫിനെ പിടികൂടാനെത്തിയ സംഘം വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തുവെന്ന് അൽത്താഫിന്റെ കുടുംബം ബാലരാമപുരം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് അൽത്താഫിന്റെ അമ്മ ഖുറേഷി, ഭാര്യ നന്ദന, സഹോദരി അർഷിത, സഹോദരി പുത്രി നാസിയ എന്നിവർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം തന്നെയും കുടുംബത്തെയും അൽത്താഫ് വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച അഖിൽ നെയ്യാറ്റിൻകര പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. എന്റെ ഭാര്യ എന്റെ ഉമ്മയെല്ലാം പച്ചയ്ക്കാണ് വിളിച്ചത്. അവർക്ക് എന്റെ ഉമ്മയും എന്റെ ഭാര്യയും കിടക്കണമെന്ന് വരെ എന്റെ അടുത്ത് പച്ചയ്ക്കാണ് പറഞ്ഞത്. അൽത്താഫ് എന്ന് പറഞ്ഞ പ്രസംഗകുമാറും പച്ചയ്ക്ക് ജീപ്പ് ഇരുന്ന് എന്റെ ഒരു കാര്യം കുറെ പറഞ്ഞു. ഇന്നത്തെ ഒരു ജീപ്പ് ഓടിച്ചിരുന്ന ഒരു സാറുണ്ട്. ആ സാറും ജീപ്പിൽ നിന്ന് ഇറങ്ങി ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് എന്റെ അമ്മയെ ചേർത്ത് ചീത്ത വിളിച്ചാണ് ഇടിച്ചത്. സംഭവത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമായ അന്വേഷണം നടത്തിയ ശേഷം നടപടി ഉടൻ സ്വീകരിക്കുമെന്നും ബാലരാമപുരം നെയ്യാറ്റിൻകര പോലീസും വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.